ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ലോഗ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ വെക്കേഷനിലെ 3rd ഡേ ആണ് കേട്ടോ. അതായത് ഹസ്ബൻഡ് നാട്ടിൽ ലീവിന് വന്നിട്ടുള്ള മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലേന്ന് അല്ലേ ഇവിടെ നാട്ടിൽ എത്തിയത്. അപ്പോൾ രാത്രി അങ്ങനെ പോയി. പിന്നെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തറവാട് അമ്പലം ഉണ്ടാകും. അപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ തൊഴാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇവിടെ തൊഴുത് അങ്ങനെ മോർണിംഗ് നല്ല ചില്ലായിട്ട് പോവാണ്. അപ്പം അന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ ശേഷം എൻ്റെ വീട്ടിലേക്ക് പോവാന്നുള്ളതായിരുന്നു. അപ്പം എന്നാൽ വേറെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. ഫുഡ് അടി തന്നെയാണ് മെയിൻ പരിപാടി. വാവച്ചി, ഇവിടെ ആരെ സമാധിയായെന്ന് പറഞ്ഞത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. ഏതോ ഒരു മുത്തപ്പായി എന്ന് പറയും, എനിക്കും കൃത്യമായിട്ട് അറിയില്ല. സമാധിയായത് ഇവിടെ പറഞ്ഞേക്കുന്നു. കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നുമില്ല. അങ്ങനൊരു വിശ്വാസം ആ രീതിയിൽ നമ്മൾ ഇതാക്കി വരുന്നു. അവിടെ പ്രാർത്ഥിക്കണല്ലോ നമ്മള്, ഈ അമ്പലത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല്. അതെ അതെ. ഓക്കെ. മുട്ടക്കുട്ടി, നമ്മളിത് എങ്ങോട്ടാ പോണേ? ഇത് നോക്ക്, മലമുകളിൽ താമസിക്കാൻ നീ എന്താ അയ്യപ്പ സ്വാമിയോ? നീ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പോയി എളുപ്പവഴി ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ ഇത്രയും കുറെ സ്റ്റെപ്പ് കയറിപ്പിച്ച്. എന്ത് ക്ഷീണിച്ചോ? ഇല്ല, എളുപ്പവഴി എന്നും പറഞ്ഞിട്ട് ദേ കുറച്ചും കൂടി ഉള്ളു. ദേ നമ്മുടെ ക്യാമ്പെത്തി. റെസ്റ്റിംഗ് ക്യാമ്പ് ഉണ്ടോ? യെസ്. ആ വീടിന്റെ ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ. ഇത് വരുന്നില്ലേ ട്രക്കിങ്ങിന് വന്നാളെ എന്നെ കൊണ്ട് ഈ കയറ്റെല്ലാം കയറിപ്പിച്ചിട്ട് നിസ്സാരം. ഹസ്ബൻഡിന്റെ വീട്ടിന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ആക്ച്വലി എൻ്റെ വീട്ടിലേക്ക്. പക്ഷെ കുറച്ച് നടക്കാനുണ്ട്, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായി. അവിടെയുള്ള സൈഡിലുള്ള ഒരു ഗ്രൗണ്ടാണത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു രാവിലെ ഒരു 10-10:30 ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കുഞ്ഞു കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പുളിമുട്ടായും പിന്നെ സിപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചിട്ട് ആണ് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊരു വികാരമല്ലേ. അപ്പം അതെല്ലാം വാങ്ങിച്ചിട്ട് ഇതേ വീട്ടിലെത്താറായി കേട്ടോ. അമ്മ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. മരുമോൻ എന്തോ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് അമ്മ. എനിക്ക് ഹസ്ബൻഡ് അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാര്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണാവോ? അങ്ങോട്ടോ നോക്കട്ടെ, അടുത്ത എന്താ? അയ്വാ, അടിപൊളി കളർ. ഏതാ? പച്ച. എന്താ കറുപ്പാ? പർപ്പിൾ. നല്ല രസമുണ്ട്. കളറ് പോവില്ലല്ലോ. വാവ്, അടിപൊളി. ബോറടിക്കണ്ട വെച്ചിട്ട് വന്നിരുന്നപ്പോ ഞാൻ ശല്യ ഞാനൊരു ശല്യാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടെങ്കിലും പോക്കോളാം. എങ്ങനെ അരിയണ്ട് ശരിക്കും? സവാള എന്നിട്ട് വേണം എന്താ പരിപാടി?
നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് എനിക്കറിഞ്ഞൂടാ. ഉമ്മ എന്താ റെഡി വരുന്നുണ്ട്? വീഡിയോ കൊണ്ട് ചെന്നപ്പോ തിരക്കാണെന്ന് കാണിക്കാൻ ഫ്രിഡ്ജൊക്കെ തുറക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. അമ്മക്ക് ഇതൊന്നും പുത്തരില്ല. ഞങ്ങള് ചെയ്ത എത്ര ഞങ്ങള് ലേമ ഓടിക്കോ. അത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആയുധം വെച്ചുള്ള കളിയാണ്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. കൂട്ടത്തോടുള്ളൊരു പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലഞ്ച് ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഇവിടെ ഉപ്പേരി ഉണ്ട്. കുക്കറിൽ എന്തോ ഉണ്ട് അറിയില്ല, നോക്കാം. കുക്കറിൽ വെള്ളരി വെള്ളരിയുള്ള മഞ്ഞളിട്ടോ ഇല്ല, അതൊക്കെ ഞാൻ അമ്മയാണ്, ഞാൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. അമ്മയാണ് സംഭവം ശരിയാണ്, അമ്മേനെ എല്ലാം ചെയ്തത്. ഇത് ലോക കള്ളത്തിയാണ്. ആളെ പറ്റിച്ചിട്ട് അടിക്കണ ജോലി ഞാനാണ്. മിക്സിയിലിട്ടിട്ട് എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട്? ഇതൊക്കെ ഏതൊക്കെ രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചത്. എന്തോ കൊണ്ടുവന്നു. എടുക്ക് അമ്മന്റെ ഉപ്പേരി എടുത്താ, ഉപ്പേരി എടുത്തോ. മീന് അയിലുണ്ടാവും, മക്കുണ്ടാവും, കറിയുണ്ട്, വറുത്തില്ല. അമ്മ പൊടിക്കമ്മ, ആ സൗണ്ട് ഒന്ന് കേക്കട്ടെ. പൊടി പൊടി. ആ ഞാനൊക്കെ വരുമ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞു നല്ല മത്തി മീനത്തേക്ക് വറുത്തേക്ക് കൊച്ചു മീൻ കിട്ടുന്നു. കൊച്ചു മീൻ കിട്ടും, കഷ്ണം മീൻ ഉണ്ടാവില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന പോലെ വലിയ സാധനം. വാശ എല്ലാം കൂടി കൂട്ടി കൊച്ചൊരു പിടി പിടി അങ്ങോട്ട്. ഈ കഴിക്കുന്നത് ഓക്കേ, കഴിച്ചാ പോച്ച്. എന്താ ഉദ്ദേശം? കഴിക്കാൻ ഉദ്ദേശം ഉണ്ടോ?